പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദൈവത്തിന് എങ്ങനെയും നമ്മുടെ വിഷയത്തിൻ്റെ മേലെ ദൈവികമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുക. ഏത് തരത്തിലാണെങ്കിലും ദൈവം ഒരു തീരുമാനം ഉണ്ടാക്കിയാലും മതി. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, രോഗം എന്തോ എന്നെ പിടിച്ചോട്ടെ, നമ്മുടെ വിഷയത്തിൽ ദൈവം ഇടപെടണം. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഓപ്പണായിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ളൊരു നിലപാടതാണ്. ദൈവം എൻ്റെ വിഷയത്തിൽ ഇടപെടണം. വാട്ട് എവർ മേ ബി ദി ഇഫക്റ്റ്, അതിൻ്റെ ഇഫക്റ്റ് എന്തോ ആയിക്കോട്ടെ, അത് ചിലപ്പോഴും ആദ്യം നെഗറ്റീവ് ആകാം, അതിനുശേഷം അത് പോസിറ്റീവായിട്ട് വരാം. അതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ഭാഗമാണ്. മാനുഷികമായിട്ട് നമ്മൾ അതിനെ കാണേണ്ട കാര്യമില്ല. പക്ഷേ ദൈവം ഇടപെടണം. എന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണല്ലോ. ഉടമ്പടി പോലെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്ന ഒരു ആധ്യാത്മിക പദ്ധതി നമ്മുടെ അറിവിലില്ല. അത്രയും സുനിശ്ചിതമായ രീതിയിലാണ് ദൈവം ഉടമ്പടിയിൽ നമ്മൾ ആ ഉടമ്പടിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുകയാണെങ്കിൽ. ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താ? ഉടമ്പടി ചെയ്യുന്നുണ്ട് എല്ലാവരും, പക്ഷേ വാട്ട് ഇസ് സ്പിരിറ്റ് ഓഫ് ദി കവനന്റ്? ഉടമ്പടിയുടെ സ്പിരിറ്റ് എന്താണ്? ഉടമ്പടിയുടെ സ്പിരിറ്റ് നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു മനസ്സിൻ്റെ സമർപ്പണമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ആമേൻ. ബേസിക്കായിട്ട് നമ്മൾ വിശ്വാസി എന്താണ് ആർജിക്കേണ്ടത്? വിശ്വാസം ഒരു ദൈവാർജിതമായിട്ടുള്ളൊരു മാർഗമാണ്, ദൈവത്തെ ആർജിക്കാനുള്ള ഒരു മാർഗമാണ്. വിശ്വാസി ബേസിക്കായിട്ട് എന്താണ് ആർജിക്കേണ്ടത്? ഏത് കാലാവസ്ഥയിലും ദൈവത്തിൻ്റെ ഹിതത്തിൽ സന്തോഷിക്കാനുള്ള ആർജവം ഉണ്ടാകണം. ഏത് കാലാവസ്ഥ, ഇപ്പം വർഷം വന്നു, നമ്മൾ വർഷത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, മൺസൂൺ ഒത്തിരി സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാവരും വർഷം നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന കാരണം, പ്രളയവും പരാധീനതയൊക്കെ കാരണം നമുക്ക് വർഷം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സങ്കടമാണ്. പ്രത്യേകിച്ച് കൊച്ചു പെരകളിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അവിടെ ചോറ് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോറ്റുപാത്രത്തിൽ വെള്ളം വീഴും. എൻ്റെ കുഞ്ഞുനാളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു ഓർമ്മകളൊക്കെ വർഷത്തെ അത്ര കണ്ട് സ്വാഗതം ചെയ്യുന്നതല്ല. നാട്ടിൽ മുഴുവനും വെള്ളമായിരിക്കും. അത് ഒരു 4 മാസമൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ നീന്തി നടക്കേണ്ടി വരും. പറമ്പിൽ കര കാണത്തില്ല, കാരണം തോടെന്നല്ലേ സ്ഥലം, തോടാണ് മുഴുവനും. അപ്പം അത് വർഷത്തിങ്ങനെ നിറഞ്ഞു കിടക്കും. പിന്നെ കാലിൽ ചൊറി, അതുപോലെ തന്നെ വളങ്കടി. ഇപ്പോഴൊക്കെ വളങ്കടി ഇല്ലല്ലോ, പണ്ട് വളങ്കടി ഉണ്ടായിരുന്നു, ഇപ്പോഴും ചിലയിടത്തൊക്കെ ഉണ്ട് വളങ്കടി. അതിങ്ങനെ കാലൊക്കെ ഇങ്ങനെ വിണ്ട് കീറി പഴുത്തിരിക്കും. രാത്രി കൊണ്ടുവന്ന് മണ്ണെണ്ണ വിളക്കേ വെച്ചോളും. കാല് നീട്ടി മണ്ണെണ്ണ വിളക്ക് കടിച്ചിട്ടേ വേദനിച്ചിട്ട് ചൊറിഞ്ഞിട്ട് അവസാനം മണ്ണെണ്ണ വിളക്കായിരിക്കുമല്ലോ അന്ന് ഉപയോഗിക്കണത്. അപ്പോൾ ആ മണ്ണെണ്ണ വിളക്കെ കാല് കാണിച്ചു കൊടുക്കും. 10-40 കൊല്ലം മുമ്പുള്ള 10-60 കൊല്ലം മുമ്പുള്ള ചരിത്രമാണ് പറയണത്. അപ്പോൾ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തോ ഒരു വലിയ സങ്കടം വരും. മഞ്ഞുകാലത്ത് ചുമയും പനിയും കൊരയുമായിട്ട് വേറൊരു സങ്കടം. അതെന്നാലും മഞ്ഞുകാലം കുറച്ചൊരു മെച്ചമാണ്.
വേനൽക്കാലത്ത് കൊടും ചൂടാണ്, ശരിക്കും പറഞ്ഞാൽ കൊടും ചൂടാണ്. എന്നാലും രാവിലെയും വൈകുന്നേരവും വലിയ കുഴപ്പമില്ല. രാത്രി കിടക്കുമ്പോൾ ചൂടാണ്. ഇപ്പോൾ ഒരു കാലാവസ്ഥയും അങ്ങനെ ഫുള്ളായിട്ട് ബെറ്റർ അല്ലല്ലോ, ആണോ? ഒരു കാലാവസ്ഥയും ഫുള്ളായിട്ട് മെച്ചമാണെന്ന് പറയാൻ പറ്റുക. താരതമ്യേന മോശമല്ല, നോട്ട് ദാറ്റ് ബാഡ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ജീവിതം ഇതുപോലെ തന്നെയാണ്. ജീവിതത്തിൽ ഒരു കാലാവസ്ഥയും നിങ്ങൾ അതിൻ്റെ അനുഭവങ്ങളെയാണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലാവസ്ഥകൾ എല്ലാം നമ്മളെ തൃപ്തിപ്പെടുത്തുന്നില്ല. അനുഭവങ്ങളെയാണ്, ഒരു നല്ല അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഫോക്കസ് ചെയ്യണമെങ്കിൽ വിൽ നോട്ട് ബി ദാറ്റ് സാറ്റിസ്ഫൈഡ്. നമുക്കത്രയും സന്തോഷമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. വചനം പറയണത് വാട്ട് മേ ബി ദ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്താലും നിങ്ങൾ ദൈവത്തിൽ, നിങ്ങളുടെ മനസ്സ് ദൈവത്തിലായിരിക്കണമെന്നാണ്. അതാണ് ബൈബിൾ പറയണത്. ഓരോ കാലങ്ങൾ, നടപടി പുസ്തകം 17:25, ശ്രുതികട ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി, ഒന്ന് പറഞ്ഞ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് കണ്ണീരാകാം, സന്തോഷമാകാം. അപ്പോഴ് ആ കാലത്തിൽ കൂടെ കണ്ണീരിന് പ്രാധാന്യം കൊടുത്തിട്ട് കാലത്തെ സമീപിക്കരുത്. സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് കാലത്തെ സമീപിക്കരുത്. പിന്നെ ആർക്ക് പ്രാധാന്യം കൊടുക്കണം? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. കൈയടിച്ച് കർത്താവിനെ ജീവിതത്തിൽ മാത്രം ലക്ഷ്യം വെച്ച് സഞ്ചരിയിലൂടെ അഭിഷേകം നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11:37, യോഹന്നാൻ 11:37 ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കരയുന്ന ക്രിസ്തുവിനെ കാണിക്കുന്നുണ്ട്. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണത്. Then Jesus wept. ബൈബിളിലെ ഈ 3 ലക്ഷത്തോളം വചനങ്ങളുള്ള ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണ്. 11:35 വായിക്കുന്നത് Then Jesus wept. അപ്പോൾ അവൻ കരഞ്ഞു. അതാണ്. ഇപ്പം കർത്താവും നമ്മുടെ കരച്ചിലിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബാഡ്. കരച്ചിൽ മോശമുള്ള കാര്യമായിട്ട് എടുക്കണില്ല. മനസ്സിലായി? അവനോട് നമ്മുടെ കരച്ചിലിനോട്, എല്ലാ കരച്ചിലിനോടും കർത്താവ് ഐക്യദാർഢ്യം പുലർത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദൈവം നമ്മുടെ കരച്ചിലും ഏറ്റെടുത്തിരിക്കുന്നു. കൈ ഇടിച്ച് കർത്താവ് തളരല്ലേ, നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാ നിന്നെ കേൾക്കാ നാദരുണ്ടിവിടെ ആരാധിച്ചിടാ. കരയല്ലേ, തളരല്ലേ, നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാ നിന്നെ കേൾക്കാ നാദരുണ്ടിവിടെ. ഇന്നത്തെ ദിവസം നമ്മൾ താബോർ മലയിൽ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ താബോർ മലയുടെ മുകളിലേക്ക് കയറി യാക്കൂബ്, യോഹന്നാൻ, പത്രോസ് 3 പേരുടെ കൂടെ പ്രാർത്ഥിച്ചതാണ് അച്ഛൻ വായിച്ച് നമുക്ക് രാവിലെ കുർബാനയ്ക്ക് പറഞ്ഞു തന്നത്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? ഞാനീ താബോർ മലയിൽ കർത്താവ് പ്രാർത്ഥിച്ച സ്ഥലത്ത് പോയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറോളം ഞാൻ അവിടെ നിന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരെ വിട്ടിട്ട് ഞാൻ മാറി വേറെ സ്ഥലത്ത് നിന്ന് താബോറിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മുകളിലെ മലകളിലെ
കുറച്ച് സ്ഥലം, ഒരു 2 ഏക്കർ 1 ഏക്കർ സ്ഥലം മാത്രമേ ഒരു പരന്ന സ്ഥലമുള്ളൂ. പള്ളിയാണ്. കർത്താവ് രൂപാന്തരപ്പെട്ട സ്ഥലത്ത് വലിയൊരു ദേവാലയമാണ്. അതിനകത്ത് മോശയും ഏലിയായും കർത്താവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ പുറത്ത് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതിൻ്റെ ഇടതുവശത്തേക്കാണ് ന്യായം എന്നൊരു സ്ഥലമുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതാ ഓർത്തത് അവിടെ വെച്ച്. ആ പട്ടണങ്ങളൊക്കെ ഏറെക്കുറെ ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള കാരണം എനിക്ക് അറിയാം. താബോറിൻ്റെ ഓരോ സ്ഥലത്ത് എവിടെയാണ് ഹെർമോൺ. ഞാൻ ഹെർമോണിലേക്ക് നോക്കുമ്പോൾ അവിടെ മഞ്ഞ് പോലെ ഇങ്ങനെ ഷാഡോ ചെയ്ത് കിടക്കുന്ന സ്ഥലം. ഇടതുവശത്ത് താഴേക്ക് നോക്കുമ്പോൾ നായിം പട്ടണം. ഈ നായിം പട്ടണത്തിൽ ഒരിക്കൽ കർത്താവ് നടന്നു വരുന്ന, കർത്താവ് ഇങ്ങനെ വഴിയിലേക്ക് കയറി വരുമ്പോൾ ഒരു ശവപ്പെട്ടി വരുന്നു. ഉടനെ ബൈബിൾ പറയണത് ശവപ്പെട്ടിയിൽ ഉള്ള ആൾ ഒരു വിധവയുടെ ഏക മകനാണ്. അത് കർത്താവ് മനസ്സിലാക്കി. ആ ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുന്ന യുവാവ് ഒരു വിധവയുടെ മകനാണെന്ന് കർത്താവ് മനസ്സിലാക്കി. ആരും പറഞ്ഞതല്ല, ഈശോ ദൈവമായതുകൊണ്ട് മനസ്സിലാക്കി. പിന്നെ ഈശോ മനസ്സിലാക്കിയത് ഏക മകനാണെന്ന് മനസ്സിലാക്കി. ചെറുതല്ല വിഷയം.